കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പ്രായം വളരെ ചെറുതാണ്, പക്ഷെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം സമൂഹത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നതാണ്. ഒരു നിമിഷത്തെ ദേഷ്യം, കൂട്ടുകാരുടെ സ്വാധീനം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രതികാരം, എനിക്കെന്തും ചെയ്യാമെന്ന തോന്നൽ, എവിടെയാണ് ഈ കുട്ടികൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഒരു കാലത്ത് കൗമാരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തിരുന്നത് കുസൃതികളും സ്വപ്നങ്ങളും പ്രണയവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതേ കൗമാരത്തിൽ നിന്ന് അക്രമത്തിൻ്റെയും ക്രൂരതയുടെയും ഒക്കെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അതോ ഈ പ്രശ്നം കുട്ടികളിൽ മാത്രമല്ലേ? അവരെ വളർത്തുന്ന ഒരു സമൂഹത്തിനും നമ്മളിലും നമുക്കുമൊക്കെ പങ്കുകളുണ്ടോ? അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ സംസാരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയ് എനിക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ലീഡേഴ്സ് മോർണിംഗിൽ. ഗുഡ് മോർണിംഗ് ഡോക്ടർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഡോക്ടർ, ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം കരുവാറ്റയിലെ വിഷയം മാത്രമല്ല, കരുവാറ്റയിൽ 3 കുട്ടികൾ ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരാളെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങേയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, തൊടുപുഴയിൽ ഒരു കോളേജിൽ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയുടെ ജനനേന്ദ്രിയം തകർത്ത കുട്ടി ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്ന സംഭവമാണ്. ഇതൊക്കെ ദിവസങ്ങളുടെ ഇടവേളയിൽ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ ഇടവേളയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രൈമുകളാണ്. അതും കൗമാരക്കാർ പ്രതികളായിട്ടുള്ള സംഭവങ്ങൾ. ശരിക്കും കൗമാരക്കാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഡോക്ടറെ? എന്താണ് ഈ നടക്കുന്നതിനൊക്കെ പിന്നിൽ? അങ്ങേക്ക് എന്താ മനസ്സിലാകുന്നത്? അല്ല, നമ്മളിത് പറയുമ്പോൾ ഈ കൗമാരക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കേട്ടാൽ തോന്നും കേരളത്തിലെ കൗമാരക്കാരൊക്കെ വലിയ കുഴപ്പക്കാരാണെന്നും കൗമാരക്കാർക്കാണ് പ്രധാന പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ മറ്റൊരു വാർത്ത കാണുന്നുണ്ടല്ലോ. അതായത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ആ കുട്ടി റോഡിൽ അരമണിക്കൂർ രക്തം വാർന്നു കിടന്ന് മരിച്ചത്. അതൊക്കെ മുതിർന്നവരായിരിക്കുമല്ലോ ആ വാഹനം ഓടിച്ചത്. അവരൊക്കെ ഒന്ന് നിർത്താനോ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനോ തോന്നില്ല. ഇപ്പൊ ഈ കൗമാരക്കാർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് എന്ന ഒരു സാമാന്യവൽക്കരണം ശരിയല്ല. അത് കൗമാരക്കാരിൽ മാത്രം പ്രശ്നം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു വ്യഗ്രതയാണെന്ന് പറയേണ്ടി വരും. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങൾ എല്ലാവരിലും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കൗമാരക്കാരുടെ ഈ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരികയാണ്. ഒരു 2014 2024 ഇടയിലുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 ലക്ഷം മുതൽ 1,80,000 കുട്ടികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒരു 80കളിലും 90കളിലും ഒക്കെ കേരളത്തിലെ 1ാം ക്ലാസ്സിൽ ചേർന്നിരുന്ന കുട്ടികളുടെ എണ്ണം ഒരു 5 ലക്ഷം വരെ വന്ന വർഷങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിലെ 1ാം ക്ലാസ്സിൽ ചേർന്ന സ്കൂൾ കുട്ടികളുടെ എണ്ണം 3.5 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. എന്നിട്ട് പോലും ഈ കുട്ടികളിലേക്ക് എത്താൻ, കുട്ടികളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. കാരണം നോക്കൂ, പണ്ട് എല്ലാവരും പറയുമല്ലോ, 7-8 പിള്ളേരുള്ള സ്ഥലത്ത് നിന്ന് 1-2 ആയപ്പോൾ പോലും നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ അണുകുടുംബവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകുടുംബമൊക്കെ ഒരു കാൽപ്പനികതയായിരുന്നു. അതിന്റെ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് വെച്ച് മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് ഈ കൂട്ടുകുടുംബങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? കുട്ടിയാകുമ്പോൾ ശിക്ഷയും ശിക്ഷണവും രണ്ടും വേണ്ടി വരുമല്ലോ. ശിക്ഷ ആവശ്യമായിരുന്നു. അന്നത്തെ ശിക്ഷാരീതികളെല്ലാം ശരിയായിരുന്നു ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ ശിക്ഷ കഴിഞ്ഞാൽ പോലും കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും അണയ്ക്കാനും ഒക്കെ വീട്ടിൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവിടെ അങ്കിളോ ആന്റിയോ കൊച്ചച്ഛനോ കൊച്ചമ്മയോ കുഞ്ഞമ്മയോ കൊച്ചച്ഛനോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമ്മുടെ കൂട്ടുകുടുംബങ്ങളുണ്ട്. അപ്പൊ അണുകുടുംബങ്ങളിൽ അതില്ല. ഇപ്പൊ പേരന്റ് ഒരേ സമയം തന്നെ ശിക്ഷിക്കുകയും പിന്നെ രക്ഷകനാവുകയും ചെയ്യേണ്ട ഒരു ഡ്യുവൽ റോളുണ്ട്. ഇത് വളരെ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള റോളാണ്. അത്ര എളുപ്പമല്ല പേരന്റിങ് എന്ന് പറയുന്നത്. അത് പേരന്റിങ്ങിലൂടെ കടന്നുപോയാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും ശാസ്ത്രീയത എന്ന് വാദോരാതെ പറയുമ്പോഴും ശാസ്ത്രീയമായ പേരന്റിങ് രീതിയുണ്ട്, പേരന്റിങ് സംവിധാനങ്ങളുണ്ട്. ഇത് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇത് യഥാർത്ഥത്തിൽ എവിടെയാ തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ പല വികസിത രാജ്യങ്ങളിലും കണ്ടിട്ടുള്ള ഒരു മാതൃക എന്ന് പറഞ്ഞാൽ ഈ പേരന്റിങ് തുടങ്ങുന്നത് നമ്മൾ പലപ്പോഴും പറയും കുട്ടികളായി എന്നാൽ ഇനി പേരന്റിങ് തുടങ്ങിക്കളാം. യഥാർത്ഥത്തിൽ കുട്ടികളാകുമ്പോഴല്ലെന്നേ പേരന്റിങ് തുടങ്ങേണ്ടത്. പേരന്റിങ് തുടങ്ങേണ്ടത് ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥയിലാണ്. ഗർഭാവസ്ഥയിൽ അവർ വരുന്ന ആന്റിനാറ്റൽ ക്ലിനിക്കുകളിൽ, പ്രസവപൂർവ്വ ക്ലിനിക്കുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങിയുള്ള പേരന്റിങ് ക്ലിനിക്കുകൾ വേണം. പേരന്റിങ്ങിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പാഠങ്ങളും പഠനങ്ങളും അവരുമായി പങ്കുവയ്ക്കണം. അത്തരത്തിലുള്ള ഒരു പേരന്റിങ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് അവരുടെ ബാല്യ കൗമാരങ്ങളിൽ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ
ഇപ്പൊ നമുക്കറിയാമല്ലോ, ടീച്ചർമാർക്ക് ഇതിൽ ഒന്നാമത്തെ ഒരു ഫിൽറ്ററായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ക്ലാസ്സിലുള്ള കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ പഠനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ, ഇപ്പൊ കുട്ടിക്ക് വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കൂളിൽ വന്നിരുന്ന് കാണിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ സ്കൂളുകളിലും മറ്റും ക്ലാസ്സുകൾ എടുക്കാം. അപ്പൊ ഈ അടുത്ത കാലത്ത് ടീച്ചർമാരൊക്കെ വളരെ ആശങ്കയോടുകൂടി പങ്കുവെക്കുന്നവരുണ്ട്. ഡോക്ടറെ പണ്ട് കാലത്തൊക്കെ ഒരു 10-20 വർഷം, 10-30 വർഷമൊക്കെ അധ്യാപക പരിചയമുള്ള ഫാക്കൽറ്റിയായി പറയുന്നത്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലെ ഒരു 40-50 കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ സോ കോൾഡ് ട്രബിൾഡ് ഫാമിലീസ് ഉണ്ടല്ലോ, അതായത് എല്ലാ കുടുംബങ്ങളും അത്ര സുരക്ഷിതമൊന്നും ആയിരിക്കണമെന്നില്ല. ഈ പ്രശ്ന കുടുംബങ്ങളുണ്ട്. ഈ പ്രശ്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ എണ്ണം പണ്ട് കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കൂടുതലാണ്. ചില ക്ലാസ്സുകളിലൊക്കെ ഇത് 50% എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയും സാമൂഹിക വളർച്ചയും ഒക്കെ എത്തരത്തിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരെ കാരണമായി ഈ സംഭവത്തിലുള്ള ആ കുട്ടികളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ടല്ലോ. ഇന്നലെ ആ കുഞ്ഞിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് പല മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞതായി പറയുന്നത്, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യാനെത്തിയ വനിതാ എസ് നോക്കി ഈ പെൺകുട്ടി പറയുക, ആന്റിയെ പോലെ ഒരു അമ്മ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആവിപ്പോയില്ലായിരുന്നു. ഇപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ആരുടെയാണ്? കുട്ടി മാതാപിതാക്കളുടെ അല്ലേ, കുട്ടി സമൂഹത്തിന്റെയാണ്. അതുകൊണ്ടാണ് കുട്ടിക്കെതിരായിട്ടുള്ള ഏതൊരു അതിക്രമത്തെയും ഏതൊരു അക്രമത്തെയും ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരിടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കുട്ടിക്ക് ഈ കുടുംബത്തിൽ ഈ സംരക്ഷണം കിട്ടിയിരുന്നില്ല. ആ കുട്ടിക്ക് ചിൽഡ്രൻസ് ഹോം ഏറ്റവും എന്നെ ഡിസ്റ്റർബ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അതാണ് കേട്ടോ. ഈ വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി ചിൽഡ്രൻസ് ഹോമിലൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ചിൽഡ്രൻസ് ഹോമിൽ പോയിട്ട് പോലും ഈ കുട്ടിയുടെ കലുഷിതമായ ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഒരു കൗമാരക്കാരെ കാര്യം നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ മെൻഷൻ ചെയ്ത് ചോദിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യരുത് എന്ന ബോധത്തിൽ നിന്ന് എനിക്കെന്തും ചെയ്യാം എന്നൊരു അപകടകരമായ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ കുട്ടികൾ എത്തുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഇതാരാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നേ. കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്താണ്? മാതൃക എന്താണ്? കുട്ടികൾ എന്താ കാണുന്നത്? നമുക്കറിയാമല്ലോ, ഈ സിനിമ 18 വയസ്സിൽ താഴെയുള്ളവർക്കും മുകളിലുള്ളവർക്കും ഉണ്ട്. ഇപ്പൊ പല മാധ്യമങ്ങളിലും ഒക്കെ വരുന്ന വാർത്തകളുണ്ടല്ലോ, ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് കയറ്റാത്ത സിനിമയിൽ ആ കുട്ടികളെ കൊണ്ട് കയറ്റണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മാതാപിതാക്കളെ ഉൾപ്പെടെ അവരെ കുറിച്ചുള്ള വാർത്ത വരെ നാം കാണുന്നുണ്ട്. അതിനുശേഷം ഈ സിനിമകൾ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യും. ഈ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രായമനുസരിച്ചുള്ള കട്ട് ഓഫ് ഉണ്ട്, പല OTT പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. പക്ഷെ ഇതൊക്കെ പാലിച്ചാണോ നമ്മൾ സിനിമ കാണുന്നത്? ഇനി ടെലഗ്രാമിന്റെ ഒരു വിചിത്രവും വൈജാത്യം നിറഞ്ഞതുമായ ഒരു ലോകമുണ്ടല്ലോ. ആ ലോകത്ത് ഈ സിനിമകൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഏത് കുട്ടികൾ ഇത് കാണുന്നു എന്നുള്ളത് നമ്മൾ അറിയാൻ സാധിക്കുന്നുണ്ട്. കുട്ടികൾ വ്യാപകമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ഈ മൊബൈൽ ഫോണിലെ കണ്ടന്റ് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ChatGPT പോലും ഒരു ടീനേജേഴ്സ് അഡോളസൻസിന് ഒരു പ്രത്യേക വെർഷൻ ഇറക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ അനിയന്ത്രിതമായി ഇത് വരുന്നു. ഈ കുറ്റം ചെയ്തുകൂടാ എന്ന ഒരു സാമൂഹ്യ ബോധം നമ്മുടെയൊക്കെ പ്രായത്തിൽ, അല്ലെങ്കിൽ പഴയ കാലത്ത്, ഈ പഴയ കാലം അല്ല അങ്ങ് മോഹന സുന്ദരമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അന്ന് ഉണ്ടായിരുന്നത് ഇത്തരം പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ, കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്ന വാർത്തകൾ, ഇതിലൊക്കെ കുട്ടികൾക്ക് എന്ത് മാതൃകയാണെന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ സാമൂഹിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ അക്കാദമിക രംഗത്തോ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തോ കുട്ടികൾക്ക് മാതൃകയായി കാണിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇനി മാതൃക ഉണ്ടായിരുന്ന പഴയ കാലത്തൊക്കെ അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് കുട്ടികളെ ഒരുതരം അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ബാലാവകാശ സംരക്ഷണം നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ടത്, ഇന്ത്യയിൽ തന്നെ മാതൃകയായ പുകൾപ്പെട്ട ബാലാവകാശ സംരക്ഷണ സംവിധാനങ്ങൾ ഉള്ള ഒരു സംസ്ഥാനത്തെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും പോയ ഒരു കുട്ടിയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അവസാനിപ്പിക്കും. ഇപ്പം ഈ നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു കുട്ടി അത് വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നത് മാതാപിതാക്കൾക്കറിയാം. പക്ഷെ നമ്മൾ ഒരു വലിയൊരു ക്രൈമൊക്കെ നടന്ന ശേഷം ഇതേ രക്ഷിതാക്കൾ തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ ആയിരിക്കും പല മാതാപിതാക്കളും പറയുക. ശരിക്കും പാരൻസ് ശ്രദ്ധിക്കാതെ പോകുന്ന വാർണിംഗ് സൈൻസ് അതെന്തൊക്കെയാണ് ഡോക്ടറെ? രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ ഒരു മാതാപിതാക്കൾ പറയുന്നുണ്ടെങ്കിൽ അത് ഈ കാക്കയ്ക്ക് നൻകുഞ്ഞു പൊൻകുഞ്ഞു ഒന്നും കുട്ടിയെ രക്ഷിക്കാനുള്ള യഥാർത്ഥത്തിൽ കുട്ടികളുടെ ഏത് സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളുടെ പുറത്തും മാതാപിതാക്കൾ ഒരു കണ്ണ് വെക്കേണ്ടത്. ഈ മാതാവ് എന്നുള്ളത് ഞാൻ പറയുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളിൽ അന്ധമുഖത കൂടുന്നു, കുട്ടികൾ ഏകാഗിയായി ഇരിക്കുന്നു, അവരുടെ പഠന പിന്നോക്കാവസ്ഥ വരുന്നു, ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചിരിക്കുന്നു, സാമൂഹ്യവൽക്കരണം കുറയുന്നു, അവരുടെ കൂട്ടുകെട്ടുകളിലൊക്കെ നമുക്ക് സംശയം തോന്നുന്നു, കുറച്ച് രഹസ്യ സ്വഭാവം വരുന്നു, അല്ലെങ്കിൽ ഈ ജീവികളെയൊക്കെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന പ്രവണത. ഇപ്പൊ നമ്മൾ പൂച്ചയൊക്കെ വളരെ ക്രൂരമായി അടിക്കുകയും വീട്ടിലെ വളർത്തു ജീവികളെയൊക്കെ വല്ലാണ്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നു, സ്വന്തം സഹോദരനോട് സഹോദരിയോടും ഒക്കെ വളരെ ക്രൂരമായി പെരുമാറുന്നു, സാമൂഹികമായ നിയമങ്ങൾക്ക് ഒരു താല്പര്യം കാണിക്കുന്നില്ല, വീട്ടിൽ നിന്ന് കുറെ നേരം പുറത്തു പോകുന്നു.
ആ പ്രായത്തിന് ചേരാത്ത രീതിയിൽ തറുതല പറയുക, തിരിച്ച് സംസാരിക്കുക, ചില വയലന്റ് ടെൻഡൻസീസ്, ആക്രമണ ഉത്സുകത കാണിക്കുന്നു. നോക്കൂ, ഇത്തരം പ്രവണതകളൊന്നും കാണിക്കുന്ന കുട്ടികളെ എല്ലാം അങ്ങ് ബ്രാൻഡ് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ കുട്ടികളുടെ പുറത്തൊരു കണ്ണുണ്ടാവണം. ഈ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ നമുക്ക് വീട്ടിലാണ് ഈ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി തിരിച്ചറിയാൻ സാധിക്കുക. രണ്ടാമത് സ്കൂളാണ്. വീടുകളിലും സ്കൂളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കലാണ്. നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതിന് വേണ്ട പ്രൊഫഷണലായ ഒരു സഹായം സ്വീകരിക്കുകയുമാണ് വേണ്ടത്. സർക്കാർ തലത്തിലൊക്കെ ചെയ്യാവുന്നത് ഇത്തരത്തിൽ നമ്മളൊരു പോയിന്റ് സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെയുള്ള ഇത്തരം കുട്ടികളെ കണ്ടുപിടിക്കാൻ സാധിക്കും. അവരെ സ്കൂളുകളിൽ തന്നെയുള്ള ഒരു പ്രാഥമിക കൗൺസിലിങ്ങിനും പിന്നെ ആവശ്യമാണെങ്കിൽ ദ്വിതീയ തൃതീയ തലത്തിലുള്ള ചികിത്സയാണെങ്കിൽ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവരെ ഇപ്പോൾ നിലനിൽക്കുന്ന സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ഏകോപിപ്പിക്കേണ്ടത്. നമുക്കിപ്പോൾ ആശാ വർക്കർമാരുണ്ട്, കുടുംബശ്രീ വർക്കർമാരുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ. അത്തരം ശൃംഖലകളിലേക്ക് ഇവരെ കൊണ്ടുപോവുകയും നിരന്തരം ഈ കുട്ടികളുടെ പുറത്തൊരു കണ്ണുണ്ടാകുക എന്ന് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇനി സമൂഹം കൂടുതൽ ശ്രദ്ധ വയ്ക്കണം എന്ന് സാരം. ഡോക്ടർ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം നല്ല വിലയേറിയ അറിവുകൾ പങ്കുവച്ചതിനും അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. നന്ദി. ഓക്കെ.